ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. 2020 7-ാമത്തെ മാസത്തിൻ്റെ 1-ാമത്തെ വിശുദ്ധ ദിവസം വരെ കാണുവാൻ എൻ്റെ കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചതിനായി, അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം കരുതിയതിനായി, അങ്ങയുടെ മനസ്സരിവിനായി, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി, അങ്ങയുടെ നീതിക്കായി, അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. 2020 7-ാമത്തെ മാസം വരെ കാണുവാൻ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഈ ലോക്ക്ഡൗൺ ദിനത്തിൽ പലയിടങ്ങളിലിരുന്ന്, പല ഭവനങ്ങളിലിരുന്ന് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ പുണ്യനാമത്തെ ഒരിക്കൽ കൂടെ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി നന്ദി പറയുന്ന കർത്താവേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ പാടില്ല, ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഒരാത്മാവ് പോലും നിത്യ നരകത്തിലേക്ക് പോകാൻ പാടില്ല. ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമപ്പ. ദൈവഹിതം എന്താണെങ്കിലും ഈ ദേശത്തെക്കുറിച്ച്, ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് അപ്പൻ്റെ ഹിതം എന്തായാലും കർത്താവെ അതങ്ങ് നിറവേറ്റി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങ് ഞങ്ങളോട് മനസ്സിനുമേന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കർത്താവെ മനസ്സിനുമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നടത്തിയ വിധങ്ങൾക്കായി, കരുതിയ വിധങ്ങൾക്കായി, കണ്ണിലെ കൃഷ്ണമണി പോലെ ഇതുവരെ കാത്തു പരിപാലിച്ച വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളുടെയും മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവെ അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, ആരാധനകളെല്ലാം അത് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ എൻ്റെ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കീബോർഡ് പ്ലേ ചെയ്യുന്ന പ്രിയ മകനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുന്ന പ്രിയ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വചനം സംസാരിക്കുന്ന പ്രിയദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേൾക്കപ്പെടുന്ന ദൈവവചനങ്ങൾ നല്ല നിലത്ത് വീണ വിത്ത് പോലതായി തീരുവാൻ, നല്ല ഫലം കായ്ക്കുവാൻ എൻ്റെ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവവചനങ്ങൾ കേട്ട് മറുതലിക്കുന്നവരായിട്ടല്ല, അതനുസരിക്കുവാൻ, പ്രത്യേകിച്ച് കർത്താവെ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും വാർത്താ മാധ്യമങ്ങളിലൂടെ പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഒന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, മണവാളനായ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. മണവാട്ടിയായി ഒരുങ്ങുവാൻ കറാവാട്ടം, ചുളുക്കം, മാലിന്യം ഒന്നും കൂടാതെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഓരോ പ്രിയപ്പെട്ടവരും ഒരുക്കപ്പെടുവാൻ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. അങ്ങ് ഞങ്ങളോട് മനസ്സിനുമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് അതിന് പരിപൂർണമായൊരു മറുപടി എൻ്റെ കർത്താവ് നൽകിയിരിക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ. ആഴത്തിൽ എന്നോട് ഇടപെടണമേ, ആത്മാവിൽ എന്നോട് ഇടപെടണമേ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം നമുക്ക് ചേർന്ന് പാടി ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തെ സന്തോഷത്തോടുകൂടെ പാടി മഹത്വപ്പെടുത്താമല്ലോ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും പാടി സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.
ആഴത്തിലെന്നോട് ഇടപെടലേ, ആത്മാവിലെന്നോട് ഇടപെടലേ, ആഴത്തിലെന്നോട് ഇടപെടലേ, ആത്മാവിലെന്നോട് ഇടപെടലേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോട് ഇടപെടലേ, ആത്മാവിലെന്നോട് ഇടപെടലേ, ആഴത്തിലെന്നോട് ഇടപെടലേ, ആത്മാവിലെന്നോട് ഇടപെടലേ. കാക്ഷിക്കുമ്പോൾ ആത്മാവിനാ ദാഹിക്കുന്നേ, മാനീർത്തോടിനാ കാക്ഷിക്കുമ്പോൾ ആത്മാവിനാ ദാഹിക്കുന്നേ, ആ ജീവനേ യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ, ആ ജീവനെ എനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോട് ഇടപെടലേ, ആത്മാവിലെന്നോട് ഇടപെടലേ, ആഴത്തിലെന്നോട് ഇടപെടലേ, ആത്മാവിലെന്നോട് ഇടപെടലേ. പാഴായിപ്പോയോ മൺപാത്രം ഞാൻ, ആത്മാവിനാ മെനഞ്ഞിടണേ. പാഴായിപ്പോയോ മൺപാത്രം ഞാൻ, ആത്മാവിനാ മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠനാ, ആരിലും ശക്തനാ, ആരിലും ശ്രേഷ്ഠനാ, ആരിലും ശക്തനാ, ആഴത്തിലെന്നോട് ഇടപെടലേ, ആത്മാവിലെന്നോട് ഇടപെടലേ, ആഴത്തിലെന്നോട് ഇടപെടലേ, ആത്മാവിലെന്നോട് ഇടപെടലേ, ആഴത്തിലെന്നോട്
ഇടപെടണേ. ആത്മാവിലെന്നോടിടപെടണേ. ആഴത്തിലെന്നോടിടപെടണേ. ആത്മാവിലെന്നോടിടപെടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യനൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യനൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പുരാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പുരാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടും സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടും സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും കുരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൻ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും കുരിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൻ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ കുഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ കുഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർ ചേർത്ത് പറയാട്ടെ ശക്തിയോടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ശാലൻ രാജൻ വരുന്നൊരു ദുരികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലൻ രാജൻ വരുന്നൊരു ദുരികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാതി ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനം പറന്നു പോക. സോദരാതി ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനം പറന്നു പോക. ശാലൻ രാജൻ വരുന്നൊരു ദുരികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലൻ രാജൻ വരുന്നൊരു ദുരികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. യേശുവായി തോട്ടത്തിനുള്ളിൽ ജീവാവി പകർന്നിടുവാൻ. യേശുവായി തോട്ടത്തിനുള്ളിൽ ജീവാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ സാക്ഷിയൊല്ലുവാൻ ദൂതറിയിപ്പാൻ സഭയുണരുവാൻ. ജീവനുള്ള
പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ക്രിസ്തുവേര ഉണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തുവേര ഉണർന്നു ശോഭിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. കർഷകം പിടിച്ചു വളരാൻ, സ്നേഹത്താലൊന്നിക്കാൻ വിശ്വാസം കൂടട്ടെ, പേരും ധൈര്യം നൽകട്ടെ. കർഷകം പിടിച്ചു വളരാൻ, സ്നേഹത്താലൊന്നിക്കാൻ വിശ്വാസം കൂടട്ടെ, പേരും ധൈര്യം നൽകട്ടെ. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, ഒരു ഭാഷ കേൾക്കുന്നു, കുട്ടരോഗം മാറുന്നു, ജനമൊന്നായി ചേരുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, ഒരു ഭാഷ കേൾക്കുന്നു, കുട്ടരോഗം മാറുന്നു, ജനമൊന്നായി ചേരുന്നു. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. തീപ്പട്ടികൾ തെളിയിച്ചു കൊള്ളുക, എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. തീപ്പട്ടികൾ തെളിയിച്ചു കൊള്ളുക, എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാരിപ്പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാരിപ്പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാമി ഒരുങ്ങിടുക, ലോകം വേർപ്പെടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോക. സോദരാമി ഒരുങ്ങിടുക, ലോകം വേർപ്പെടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോക. സോദരാമി ഒരുങ്ങിടുക, ലോകം വേർപ്പെടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോക. സോദരാമി ഒരുങ്ങിടുക, ലോകം വേർപ്പെടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോക. സോദരാമി ഒരുങ്ങിടുക, ലോകം വേർപ്പെടുക, ലോകം ഗമിച്ചിടുക, വാനിൽ പറന്നു പോക. രേ ബല ബൗദാ രേ ബല 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 ബൗദാ രേ ഗാ രേ കാ വൈദാ രാഗ ഹേ മന ബൗദാ ഹസ്താ രേ ഗാ രാ ഗാ രേ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ശക്തിയോടുള്ള സ്വർഗ്ഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, അന്യഭാഷയുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ രാമാ റിംബന ബല ബല ബൗദാ റിംബന ബല ബല ബൗദാ നിക്കല ഗല ഗല ബൗദാ രേ കാ രേ കോ രാമാ മനി ഗേ രേ കാ രാബാ വൈദാ രാഗാ റിംബന ബല ബല ബൗദാ രേ കാ വൈദാ കാ രാഗാ രേ ഗല ബൗദാ ഹസ്തോ രാഗാ രേ കാ രാഗാ കാ രാഗാ റിംബന ബൗദാ ഹസ്തര രേ ഗല ബൗദാ രേ കാ ബലഗാ രാഗല ബൗദാ കരബന ബല ബൗദാ രേ കാ വൈദാ രേ കാ രാഗാ വൈദാ രാഗാ റിംബന ബൗദാ ഹസ്തര രേ ഗല ബൗദാ കരബന ബല ബൗദാ രേ കാ ബലഗാ രാഗാ വൈദാ രാഗാ റിംബന ബൗദാ ഹസ്തര രേ ഗല ബൗദാ രാഗാ വൈദാ രാഗാ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ച് ശക്തിയോടുള്ള സ്വർഗ്ഗത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ.
Oh, hallelujah, hallelujah, hallelujah. Oh, Ramba, Ramba, Rekana Bauda, Rekana Bada Bauda, Rekana Bada Bauda, Bada Bauda, Hasta, Reka, Vaida, Reka, Ragala, Rekana Bauda, Bada Bauda, Reka, Vaida, Raka, Ragala, Rekana Bauda, Reka, Raka, Vaida, Reka, Handa. Oh, hallelujah, hallelujah, hallelujah. Oh, hallelujah, 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 hallelujah. Yeshuvidakam, Yeshuvidakam, Rekana Bauda, Rekana Bada Bauda, Bada Bauda, Reka, Vaida, Ragala, Rekana Bauda, Reka, Bada Raka, Reka, Raga, Maraga, Vaida, Raga, Hasto, Raga, Rekana Bauda, Horaka, Vaida, Raga, Rekana Bauda, Hamana Bada Bauda, Bada Bauda, Rekana Bada Bauda, Rekana Baude, Hastar, Rekana Bauda, Reka, Raga, Vaida, Raga, Bada Bauda, Rekana Bauda, Reka, Raga, Vaida, Reka, Raga, Vaida, Raga, Bauda, Raga, Bada Bauda, Reka, Vaida, Rekana Bauda, Reka, Vaida, Reka, Vaida, Rekana, Rekana Bauda, Bada Bauda, Rekana Bauda, Rekana Bada Bauda, Rekana Hastar, Rekana Bauda, Bada Baude, Reka, Ragana, Rekana Bauda, Rekana Bada Bauda, Reka, Badaga, Ragana Bauda, Hasta, Reka, Bada Bauda, Rekana Bauda, Rimana Bada Bauda, Rimpana Bada Bauda, Reka, Raga, Varaka, Ragana, Bada Bauda, Rekana Bada Bauda, Rekana Bauda, Bada Baude, Hasta, Ragana, Remana Bauda, Varaka, Vaida, Reka, Raga, Hasta, Raga, Reka, Raga. Oh, hallelujah, 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 hallelujah. Ramana, Ramana Bauda, Rekana Bauda, Rekana Bauda, Rekana Bauda, Rimana Bada Bauda, Bada Bauda, Rekana Hatta, Rekana Bauda, Ragana, Rekana Bauda, Rimma, Reka, Ragana, Rabana Bauda, Bada Baude, Reka, Rakka, Raga, Vaida, Raga, Rekana Bauda, Hasta, Rekana Bauda, Bada Bauda, Rekana Bauda, Rekana Hasta, Rekana Bauda, Rakka, Raga, Vaida, Raga, Ragana, Rabana Bauda, Bada Bauda, Rekana Bauda, Remana Bada Bauda, Rekana Bauda, Rekana Bauda, Reka, Raga, Reka, Raga, Reba, Raga, Maraga, Banamanaga, Bauda, Rabana Baude, Hasta, Rekana Bauda, Remana Bada Bauda, Bada Bauda, Rekana Bauda, Rekana Bauda, Rekana Bauda, Reka, Raga, Vaida, Raga, Ragana, Rabana Bauda, Ramana Bada Bauda, Rekana Baude, Reka, Hasto, Reba, Raga, Maraga, Vaida, Raga, Hasto, Raga, Revana Bauda, Rekana Bauda, Bada Bauda, Rekana Bauda, Rekana Bauda, Reka, Ragana, Raga, Bauda, Hasta, Raga, Rega. Oh, hallelujah, 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 hallelujah. Rama, Ramana, Revana Bauda, Rimana Bada Bauda. Oh, hallelujah, 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 hallelujah. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളെ വിട്ട് ദയവായി ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആ സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറായിട്ട്. ഹല്ലേലൂയ. എന്നെ യേശുവല്ലാതിൻ്റെ എനിക്ക് ആശ്രയം ഭൂമി, തന്മാർവിലല്ലാതിൻ്റെ എനിക്ക് വിശ്രമം വേറെ എന്ന് തുടങ്ങുന്ന ഒരു പഴയ ഗാനം നമുക്ക് അതിൻ്റെ ചില ഈരടികൾ ചേർന്ന് പാടി സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ആ സ്വർഗത്തിലെ ദൈവത്തെ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ോരാശ്രയം പാടിയാട്ടെ. എൻ്റെ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേതു നേരത്തും ചെയ്ത് പാടിയാട്ടെ. എൻ്റെ രക്ഷകനായ
പാടിയാട്ടെ. എൻ്റെ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻ ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്വേദസഖിയ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. 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 ഒരിക്കൽ കൂടെ. എൻ്റെ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. Ora manna hasekara bara baidar bara.
ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ ഒരു വീരനെ പോലെ കടന്നു വരുന്നവനായ ദൈവം, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണത ജ്വലിപ്പിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. ആൽഫയും ഒമേഗയുമായവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 പൊൻനിലവിളക്കിന്റെ നടുവിൽ നിൽക്കുന്നവൻ, വെള്ളോടിന് സദൃശ്യമായിട്ടുള്ളവൻ, ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കൽ ആ കർത്താവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം നീ അത് വിശ്വസിക്കേ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാനിടയാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്വർഗത്തിന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ലോക്ക്ഡൗൺ ദിനത്തിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പുനഃനാമത്തെ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. എല്ലാ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ തരികയാണ്. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് ഞങ്ങൾ തരുന്ന കർത്താവേ. എത്രയോ വ്യക്തികൾ കർത്താവേ, ഞങ്ങളെക്കാൾ എത്രയോ യോഗ്യന്മാരായിട്ടുള്ള വ്യക്തികൾ, കാണുവാൻ സൗന്ദര്യമുള്ളവർ, നല്ല ആരോഗ്യമുള്ളവർ, നല്ല പഠിപ്പുള്ളവർ, നല്ല വിദ്യാസമ്പന്നർ, എത്രയോ ഹാലുടിയ ഉന്നതന്മാരായ വ്യക്തികൾ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ഈ സമയം പോലും കാണാൻ കഴിയാൻ പലരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ അപ്പനെ ഒരിക്കൽ കൂടെ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ല കർത്താവേ. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. തുടർന്നും അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സ്നേഹം ഞങ്ങൾ ഓരോരുത്തരും അത് വ്യക്തമായി അനുഭവിച്ച് രുചിച്ച് അറിയുവാൻ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവേ, വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന പ്രിയ മക്കളെ കർത്താവെ അവരെ ഒരുക്കണമപ്പ, അവരെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങയുടെ ജ്ഞാനത്താൽ തന്റെ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് അടികളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലവും ദൈവജനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഈ മീഡിയയിലൂടെ ദൈവം സഹായിച്ചതോർ ദൈവത്തിന് സകല മഹത്വം പുകഴ്ചയും ബഹുമാനം കരയറ്റുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, പ്രിയമകൾ പാടിയ ഗാനം കേൾക്കുവാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അല്പസമയം ദൈവജന കേൾവിക്കായി നമ്മുടെ ഹൃദയത്തെ നമ്മൾ ദൈവത്തിൽ ഏകാഗ്രമാക്കാം. എല്ലാ ആകുല ചിന്തകളും എല്ലാ ഭാരങ്ങളും മാറ്റിവെച്ച് നാളെക്കുറിച്ച് വിചാരപ്പെട്ടിരുന്ന കർത്താവിൻ്റെ വചനം പോലെ നാളെക്കുറിച്ചുള്ള എല്ലാ വിചാരങ്ങളും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് സ്വസ്ഥമായിരുന്ന കർത്താവ് ഇന്ന് പകൽ എന്നോട് സംസാരിക്കണമെന്ന പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ദമ്മത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. 118 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം ആണ് ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ എടുത്തിരിക്കുന്നത്. 118 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം ഒന്ന് വായിക്കാം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. മതി. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. തിരുവചന കേൾവിക്കായി നമ്മുടെ ഹൃദയങ്ങളൊന്ന് ദൈവത്തിൽ ഒരുക്കാം. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം. കാറ്റേ അടങ്ങ് കടലെ ശാന്തം അരുളി ചെയ്ത കർത്താവിൻ്റെ ശബ്ദം ഇന്ന് പകൽ നമ്മുടെ കാതിൽ നിന്ന് മുഴങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ശരീരത്തിൽ ബലഹീനതകൾ ഇപ്പോൾ സൗഖ്യമാകും. നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകൾ കർത്താവ് അടക്കും. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആ നല്ല നിലമാക്കി കർത്താവിൻ്റെ പരിശുദ്ധൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പോലെ നല്ല സ്നേഹിതനായി മറ്റാരുമില്ല. നമ്മുടെ ഭാരങ്ങൾ പ്രയാസങ്ങളെല്ലാം പങ്കുവയ്ക്കുവാൻ അവനെ പോലെ കർത്താവിനെ പോലെ മറ്റാരുമില്ല. ഹല്ലേലൂയ. ധൈര്യത്തോടെ ആ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ സങ്കടങ്ങളെല്ലാം നമുക്ക് പറയാം. നല്ല സ്നേഹിതനായി വിശ്വസ്തനായി കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും കൈവിടാത്ത നല്ല സഖിയായി ആ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. കഷ്ടങ്ങളും ശോധനകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് ആശ്വാസമായി നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റുവാൻ
കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയാൽ മതി. ഹല്ലേലൂയ. ഭാരവും ബലഹീനതകളും തുன்பങ്ങളും ഒക്കെ അസംഖ്യമായി എണ്ണിക്കൂടാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ കർത്താവ് നമ്മുടെ സങ്കേതമാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ നിന്ദിക്കുന്നുണ്ടോ? നമ്മെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? സങ്കടങ്ങളെല്ലാം പോയി കർത്താവിനോട് പറയാം. നമ്മൾ ഒരിക്കലും കൈവിടാതെ, തള്ളിക്കളയാതെ, തള്ളിപ്പറയാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല സഖി ആ ഉള്ളം കയ്യിൽ ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ ബലമുള്ള കരത്തിൽ കർത്താവ് നമ്മെ പിടിക്കട്ടെ. മനുഷ്യൻ്റെ കരം ബലഹീനപ്പെടുമ്പോൾ, മനുഷ്യൻ്റെ കരം കുറുകിപ്പോകുമ്പോൾ, കുറുകിപ്പോകാത്ത ബലമുള്ള ഒരു കൈ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഒന്ന് സമ്മതിച്ചു കൊടുത്താൽ മതി. കർത്താവ്, ഞാൻ ബലഹീനയാണ്, ബലഹീനനാണ്, ഞാൻ കുറവുള്ളവനാണെന്ന് സമ്മതിച്ചു കൊടുത്താൽ മതി. ബലമുള്ളവൻ്റെ കരം നമ്മെ പിടിക്കും, നമ്മെ താങ്ങി നടത്തും. ഹല്ലേലൂയ. എന്തു നല്ലോർ സഖി യേശു, പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായിക നിമിത്തം. കഷ്ടം ശോധനകളുണ്ടോ, യവിധ ദുഃഖങ്ങളും, ലേശവും അധൈര്യം വേണ്ട, ചൊല്ല യേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ, ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാ. ഉണ്ടോ ഭാരം ബലഹീനം, തുன்பങ്ങളും അസംഖ്യം, രക്ഷകരല്ലോ സങ്കേതം, യേശുവോടറിയിക്കാം. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ, പോയി ചൊല്ലേശുവോടെല്ലാം. ഉള്ളം കൈലീശൻ ആക്കും, അങ്ങുണ്ടാശ്വാസം എല്ലാം. എന്തു നല്ലോർ സഖി യേശു, പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും, ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും, ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നാൾതോറും ഞങ്ങളെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ ഭൂമിയിൽ കർത്താവേ
ഞങ്ങൾക്ക് ആശ്വാസം വരാത്ത വേദനകളും നീറുന്ന അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഞങ്ങൾക്ക് ആശ്രയവും ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നവർ ഞങ്ങളെ നിന്ദിക്കുമ്പോൾ, ഞങ്ങളെ കൈവിടുമ്പോൾ, ഞങ്ങൾ ഈ ഭൂമിയിൽ ആശ്രയിപ്പാൻ മറ്റാരുമില്ല അങ്ങല്ലാതെ, ഞങ്ങളെ ഞാൻ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ്, അങ്ങേപോലെ നല്ലൊരു സ്നേഹിതനെ ഈ ഭൂമിയിൽ ഞങ്ങൾ കണ്ടെത്തുവാനില്ല. അങ്ങ് വിശ്വസ്തൻ. ഞങ്ങളുടെ സകല രഹസ്യങ്ങളും അങ്ങയോട് പറഞ്ഞാൽ അതങ്ങ് ആരോടും പറയുകയില്ല. അവസരം വരുമ്പോൾ തിരിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. എല്ലാ കുറവുകളും ബലഹീനതകളും ഓർത്ത് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവനെ കേൾവിക്കാൻ ഞങ്ങളെല്ലാവരും അവിടുന്ന് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ അവിടെ തൊടണം. മറ്റുള്ള പറഞ്ഞ വാക്കുകൾ നിമിത്തം ഹൃദയത്തിന് കുത്തുണ്ടായി ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നവരുടെ മേൽ എന്നീ പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ആ ഉടഞ്ഞ അനുഭവങ്ങളെല്ലാം മാറട്ടെ കർത്താവേ. രോഗനിമിത്തം ബലഹീനമായിരിക്കുന്ന ശരീരത്തിലേക്ക് യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി പാഞ്ഞു പോയി തൊടട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഈ ലോക്ക്ഡൗണിൽ ജോലി നഷ്ടപ്പെട്ടവരായി, പ്രത്യാശ നഷ്ടപ്പെട്ടവരായി, കർത്താവെ ആശിപ്പാൻ ഒരു വകയുമില്ലാതെ നിരാശയുടെ ആഴക്കര കായത്തിലായിരിക്കുന്നവരെയും ഞാൻ കർത്താവ് കാണുന്നതിനായി സ്തോത്രം. അവർക്ക് വേണ്ടി ഇതെല്ലാം ദൈവം ഒരുക്കി കാത്തിരിക്കുന്ന നല്ല പിതാവാകയാൽ സ്തോത്രം. പകൽക്കാല ദൈവത്തിന് ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് പുതിയ വഴിയും വാതിലും തുറന്നു തരണം. കുടുംബങ്ങളിൽ സമാധാനം വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. ജോലി ചെയ്യുന്നവരുടെ ദൈവത്തിൻ്റെ സമാധാനവും ശാന്തിയും വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാരെ അവിടെ നിന്ന് ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളുടെ മക്കളെ ദൈവം നിർത്തും. ലോകത്തിൻ്റെ താങ്ങുകൾ നീങ്ങിപ്പോകുമ്പോൾ, ലോകക്കരെല്ലാം കൈവിടുമ്പോൾ, സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ്റെ ദൈവമൻ കൂട്ടാളിയാണ് എന്ന് ഭക്തന്മാർ പാടിയതുപോലെ പാടുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ദൈവം കൃപ കൊടുക്കണം. ഒന്നിനാലും ക്ഷീണിച്ച് മടുത്തുവാനിടയാകരുത്. ഇന്ന് പകൽക്കാല ദൈവത്തിൽ ആത്മാവോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. 118 സങ്കീർത്തനം, അതിന് 15 വാക്യം ആണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. ആ വാക്യം ഒന്ന് ചേർന്ന് പറയാം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഒരിക്കൽ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിപ്പാൻ എത്ര കൂടാരമുണ്ട്? ഒരു ചോദ്യമാണ്. നിങ്ങൾ പല ഉത്തരം പറയും. ഞാൻ എൻ്റെ ഉത്തരത്തിലേക്ക് ഒന്ന് വരാം. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ 3 കൂടാരമുണ്ട്. ഈ 3 കൂടാരവും അവന് സ്വന്തമാണ്. ഈ 3 കൂടാരത്തിലും പ്രവേശിക്കാതെ ആരും ഈ ലോകം വിട്ട് മാറ്റപ്പെടുകയുമില്ല. അക്ഷരീയമായ 3 കൂടാരമുണ്ട്, ആത്മീയമായ 3 കൂടാരമുണ്ട്. അക്ഷരീയമായ കൂടാരത്തെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞിട്ട് നമ്മുടെ ആത്മീയ കൂടാരത്തിലേക്ക് നമ്മുടെ ചിന്തയെ പരിശുദ്ധാത്മാവ് നയിക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ് അക്ഷരീയമായ കൂടാരം? 9 മാസം നമ്മൾ പാർക്കുന്നൊരു കൂടാരമുണ്ട്, അമ്മയുടെ ഗർഭപാത്രമാകുന്ന കൂടാരം. ഈ കൂടാരത്തിലുള്ള സ്തോത്രം, ഈ കൂടാരത്തിൽ പ്രവേശിക്കപ്പെടാതെ ആരും ഈ ഭൂമിയിൽ ജനിക്കപ്പെടുന്നില്ല. 1-ാമത്തെ കൂടാരം, അത് ഗ്യാരണ്ടി ഉള്ളതാണ്. 2-ാമത്തെ കൂടാരം ഒരു ടാർപ്പ മറച്ചതോ ഓലമടഞ്ഞതോ അല്ലെങ്കിൽ ഒരു ഓടിട്ടതോ ഒരു ടെറസോ ദൈവം നമുക്ക് പാർക്കുവാൻ തരുന്ന ഒരു സ്ഥലമുണ്ട്, അത് 2-ാമത്തെ കൂടാരം. 3-ാമത്തെ കൂടാരം, ഇന്ന് ജീവനോടെ ആയിരിക്കുന്ന നമ്മൾ ഒരു നാളിൽ ആ കൂടാരത്തിൽ പ്രവേശിച്ച് തന്നെയാകും. നമുക്ക് മുമ്പേ കടന്നുപോയവർ ആ കൂടാരത്തിൽ പ്രവേശിച്ച് തന്നെയാണ് കടന്നുപോയത്. ശവക്കുഴിയാകുന്ന കൂടാരം, ആ കൂടാരത്തിൽ നമ്മളെല്ലാവരും പ്രവേശിക്കും. അവിടെ നമ്മൾ പാർക്കും. അപ്പം ഞാനും നിരാശപ്പെടരുത്, എനിക്ക് വീടില്ലല്ലോ എന്ന്. നിങ്ങൾ 2 വീട്ടിൽ, 1-ാമത്തെ വീട്ടിൽ നിശ്ചയമായി പാർത്തവരാണ്, 2-ാമത്തെ വീട്ടിൽ പാർത്തുകൊണ്ടിരിക്കുന്നു, 3-ാമത്തെ വീട് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്, മാറുകയില്ല. ഇത് 3ഉം അക്ഷരീയമായ കൂടാരമാകുമ്പോൾ അതിന് മറുവശമാണ് നമ്മളിത് പകൽക്കാലം ചിന്തിക്കാൻ പോകുന്നത്. ആത്മീയമായ 3 കൂടാരം ഒരു വ്യക്തിക്ക് കർത്താവ് ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. അക്ഷരീയമായ 3 കൂടാരം ഉള്ളതുപോലെ തന്നെ ആത്മീയമായ 3 കൂടാരവും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്.
നമ്മൾ വായിച്ച വാക്യം മറക്കരുത്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ആമേൻ. ആരുടെ കൂടാരങ്ങളുണ്ട്? നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ആരാണ് നീതിമാൻ? നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നീതിയോടെ ന്യായം വിധിച്ച് നീതിയോടെ നടക്കുന്നവരാണോ നീതിമാൻ? അല്ല. വേദപുസ്തകത്തിൽ പറയുന്നു, മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെ. കറപുരണ്ട തുണി ഒരിക്കലും ഒളിപ്പിക്കാൻ പറ്റില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. അതിൻ്റെ ഒരു അംശം ആ തുണിയിൽ കാണും. മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെ എന്ന് വചനം പറയുമ്പോൾ റോമർ 5:9 പറയുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ യേശുവിന്റെ രക്തമാണ് ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത്. 1 പത്രോസ് ലേഖനം 1:18-19 വാക്യം അവിടെ ഇരിക്കുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ പഴയ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശു ക്രിസ്തുവിനെ വിലയേറിയ നിർദോഷവും നിഷ്കളങ്കമായ പുണ്യാഹ രക്തം കൊണ്ട് അത്രേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. റോമാലേഖനം 8:33 വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 8 അതിന് 33 വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ആമേൻ. സ്തോത്രം. കരമുയർത്തി നല്ല വാക്യത്തിനായി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. നമ്മളെ ദൈവമക്കളായി ദൈവം തിരഞ്ഞെടുത്തു. നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ ജാതിയോ കുലമോ നോക്കിയിട്ടല്ല. യേശുവിന്റെ രക്തത്താൽ ദൈവം നമ്മെ വീണ്ടെടുത്തു. പിതാവായ ദൈവം തന്റെ പുത്രനായ ഏകജാതനായ യേശുവിന്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തമാണ് നമ്മുടെ നീതീകരണം. യേശുവിന്റെ രക്തം നമ്മുടെ പാപത്തെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. നമുക്കറിയാം, ജയിലറയ്ക്കുള്ളിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരായി തൂക്കുകയറിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വേണ്ടി സ്തോത്രം വിധിക്കപ്പെട്ടവർ ജയിലർക്കുള്ളിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുന്ന നിമിത്തം അവർ തങ്ങളുടെ ജീവിതങ്ങൾ ദൈവത്തിനായി സമർപ്പിച്ച് ലോകത്തിൽ ഒരു മനുഷ്യൻ ക്ഷമിക്കുവാൻ കഴിയാത്ത പാപം ദൈവത്തിന് സന്നിധിയിൽ അവർ സ്തോത്രം ഹൃദയം തകർന്ന് നിലവിളിക്കുമ്പോൾ ദൈവം അവരുടെ പാപത്തെ ക്ഷമിച്ച് അത് നിമിത്തം അവിടെ ശിക്ഷയ്ക്ക് ഇളവുണ്ടായി. സ്തോത്രം. അവർ പുറത്തിറങ്ങി. അവർ പിന്നെ കഠിന ഹൃദയരല്ല, അവർ കൊലപാതകളെന്നല്ല അറിയപ്പെടുന്നത്. അവർ ദൈവത്തിൻ്റെ മക്കളെന്ന ലേബലിൽ അറിയപ്പെടുന്ന ഒരുപാട് ദൈവമക്കളെ എനിക്കറിയാം. ഹല്ലേലൂയ. എനിക്കൊരു ദൈവ മനുഷ്യനെ കുറിച്ച് നന്നായിട്ട് അറിയാം. കേരള സംസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെ എല്ലാ ജയിലിലും ആ മനുഷ്യൻ കിടന്നിട്ടുണ്ട്. അറിയപ്പെട്ട ഒരു കള്ളൻ. ബാങ്കുകളിലും വീടുകളിലൊക്കെ കയറി മോഷണം നടത്തി താൻ അറിയപ്പെടാതെ ഒരു കൊലപാതക കുറ്റത്തിൽ, താൻ ചെയ്യാത്തൊരു കൊലപാതക കുറ്റത്തിന് അറിയാതെ താൻ അതിൽ പങ്കായി. ആ കുറ്റത്തിൽ പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്ന മനസ്സിലായപ്പോൾ താൻ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു ദേശത്തേക്ക് ഒളിച്ചോടി. അവിടെ ചെന്ന് പെട്ടത് ഒരു ദൈവദാസന്റെ വീട്ടിലാണ്. അവിടെ വെച്ച് താൻ യേശു ആരെന്ന് മനസ്സിലാക്കി. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും താൻ സ്വീകരിപ്പാനിടയായി. തൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരാൻ തുടങ്ങി. താൻ പിന്നെ മോഷണമെല്ലാം മതിയാക്കി തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച് മുന്നിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എവിടെ മോഷണം നടന്നാലും ഈ മനുഷ്യനെ തേടി പോലീസ് എത്തും. പിന്നെ അതൊരു ശല്യമായി. അദ്ദേഹം അന്നത്തെ DGPയുടെ അടുക്കിലേക്ക്, മുഖ്യമന്ത്രി അടുക്കിലേക്ക് പോയി. മുഖ്യമന്ത്രി ശുപാർശ ചെയ്തിട്ട് DGP അദ്ദേഹത്തിന് ഒരു ലെറ്റർ കൊടുത്തു. ഈ മനുഷ്യൻ കള്ളനല്ല, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നു, ഇനി ഇവനെ തിരയാൻ പാടില്ല. സ്തോത്രം. ഇന്ന് അദ്ദേഹം ഒരു കള്ളനല്ല, ഇന്ന് അദ്ദേഹം ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ യോഗ്യത പഴയ കാലത്ത് യോഗ്യത നോക്കിയാൽ ഒരു കള്ളനാണ്. എന്നാൽ ഇന്ന് ആ മനുഷ്യൻ ഒരു പ്രാർത്ഥന സ്ഥലത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒന്ന് മുഴങ്കാൽ നിന്ന് അനേക ദൈവമക്കൾ, അനേക ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ പോലും അദ്ദേഹത്തിന് മുമ്പിൽ വന്നു നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം, ഒരുവൻ സ്തോത്രം, ദൈവം ഒരുവനെ നീതീകരിച്ചാൽ ഈ ഭൂമിയിൽ ആർക്കും കുറ്റം വിധിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യൻ നീതീകരിച്ചാൽ പിന്നെയും അവൻ്റെ പേര് പഴയ പേര് തന്നെ ആയിത്തീരും. നിങ്ങൾ ലോകത്തിലേക്ക് നോക്ക്. സ്തോത്രം. ഹാല നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി നോക്ക്. എത്രയോ കൊലപാതകികൾ, എത്രയോ ക്രൂരന്മാർ, എത്രയോ ലോകത്തിനും സ്തോത്രം പ്രിയപ്പെട്ടവർക്കും വേണ്ടാതെ ജീവിച്ചവർ അവർ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ന് സ്തോത്രം അവരുടെ പേരിന് മുമ്പിൽ ഒന്നുകിൽ ഒരു ബ്രദറെന്നോ അല്ലെങ്കിൽ ഒരു സുവിശേഷകനെന്നോ അല്ലെങ്കിൽ ഒരു ദൈവദാസനെന്നോ പേര് ചേർത്ത് സ്തോത്രം വിളിക്കുന്ന കേൾവി നമുക്ക് കാണാം.
ഇന്ന് അദ്ദേഹം ക്രൂരനല്ല, ഇന്ന് അദ്ദേഹം കുഞ്ഞാടിനെ പോലെ സ്നേഹമുള്ള മനുഷ്യനായി, ആരെന്ന് പറഞ്ഞാലും പ്രതികരിക്കാതെ ക്ഷമയുള്ള വ്യക്തിയായി ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഉല്ലാസത്തിന് ജയത്തിന്റെ ഘോഷം ഉയരേണ്ടത് അങ്ങനെയുള്ളവരുടെ കൂടാരങ്ങളിലാണ്, നീതിമാന്മാരുടെ കൂടാരങ്ങൾ. യേശുവിന്റെ രക്തത്താൽ പാപം മോചിക്കപ്പെട്ടവരായി, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി, സ്തോത്രം, യേശുവിന്റെ മക്കളായി തീർന്നവർ ഒരുമിച്ച് കൂടുന്ന ഇടത്ത് പിറുപിറുപ്പല്ല കേൾക്കേണ്ടത്, മുറുമുറുപ്പല്ല കേൾക്കേണ്ടത്, സ്തോത്രം, പല്ല് കടിക്കുന്ന ശബ്ദമല്ല കേൾക്കേണ്ടത്, ഹാലൽ നുണ പറയുന്ന ശബ്ദമല്ല കേൾക്കേണ്ടത്. അവിടെ ഉയർന്ന് കേൾക്കുന്ന ശബ്ദം ഉല്ലാസത്തിന് ജയത്തിന്റെ ഘോഷമായിരിക്കണം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. ഒന്നാമത്തെ കൂടാരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഒന്നാമത്തെ കൂടാരം കൂട്ടായ്മയാകുന്ന കൂടാരം. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, കൂട്ടായ്മയാകുന്ന കൂടാരം. ആമേൻ. സ്തോത്രം. കൂട്ടായ്മയ്ക്കായി നമ്മൾ എവിടെയൊക്കെ ഒരുമിച്ച് കൂടുമോ, അതൊരു ഭവനമാകാം, ഒരു ഭവനാങ്കണമാകാം, ഒരു സഭാഹാളാകാം, ഒരു സ്തോത്രം, ഒരു ഓഡിറ്റോറിയം ആകാം. എവിടെയൊക്കെ കൂട്ടായ്മയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടുന്നുവോ, സ്തോത്രം, അത് കൂട്ടായ്മയാകുന്ന കൂടാരമാണ്. കൂട്ടായ്മയാകുന്ന കൂടാരത്തിൽ കേൾക്കേണ്ട ശബ്ദം പക്ഷം പിടിക്കുന്ന ശബ്ദമല്ല, സ്തോത്രം, മറ്റുള്ള കുതികാല് വിട്ടുന്ന ശബ്ദമല്ല, കുറ്റം പറയുന്ന ശബ്ദമല്ല, കള്ളസാക്ഷി പറയുന്ന ശബ്ദമല്ല. അവിടുന്ന് കേൾക്കേണ്ട ശബ്ദം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമാണ് അവിടെ നിന്ന് ഉയരേണ്ടത്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ ഒന്നിച്ചു കൂടിയിരുന്നു, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും നിന്റെ പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ആത്മ കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന സ്ഥലം നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്ന തീനാവുകൾ. ആമേൻ. ഇത് 2 സ്ഥലവും നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചു നോക്കിയാൽ, അപ്പോസ്തലർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതിന്റെ പിന്നിലേക്ക് നമ്മൾ വായിച്ചു നോക്കിയാൽ, മർക്കോസിന്റെ മാളിക മുറി, അപ്പർ റൂം എന്നറിയപ്പെടുന്ന ഒരു വീടിന്റെ മുകൾ ഭാഗത്താണ് അവർ ഒരുമിച്ച് കൂടിയത്. അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. 4-ാം അധ്യായം 30 അവർ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർ യഹൂദന്മാരെ പേടിച്ച് ഒരു വീട്ടിനകത്ത് കതകടച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ആമേൻ. ഹല്ലേലൂയ. കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വ്യാപരിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് കൂടുന്ന ഇടത്ത് ആരാണ് നിയന്ത്രിക്കേണ്ടത്? സഭാ കമ്മിറ്റിയല്ല, പാസ്റ്ററല്ല. ആരാണ് നിയന്ത്രിക്കേണ്ടത്? പരിശുദ്ധാത്മാവാണ്. കുറെ എഴുതി വെച്ച കുറെ ആരാധനക്രമങ്ങളും കുറെ ബയലോയുമല്ല ആരാധന നിയന്ത്രിക്കേണ്ടത്. ആരാധന നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം. എങ്കിൽ മാത്രമേ കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് കൂടുന്ന ഇടത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം ഉയരുകയുള്ളൂ. ആമേൻ. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു വാക്യം നമുക്കിവിടെ കാണാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അക്ഷരം കൊല്ലുന്നു, അവൻ ഞങ്ങളെ പുതുനിയമത്തിന് ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആമേൻ, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? നമ്മൾ അപ്പോസ്തലർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിച്ചു, അവർ കൂടിയിരുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനിടയായി. ആ അധ്യായം അവസാനിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, അന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ ദൈവസഭയോട് ചേർന്നു. ഇത് ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നിടത്താണ്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 18-ാമത്തെ വാക്യം എന്ന് വായിക്കാം.
പുറപ്പാട് പുസ്തകം 31 അധ്യായം അതിന് 18 വാക്യം. അവർ സീനായി പർവ്വതത്തിൽ വെച്ച് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ കൈവിരൽ കൊണ്ട് എഴുതിയ സാക്ഷ്യപലക രണ്ടും മോശയുടെ കയ്യിൽ കൊടുത്തു. മോശ ഈ സാക്ഷ്യപലകമായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ജനം കെട്ടഴിയപ്പെട്ടവരായി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിന് നടുവിൽ ആരാധിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ടാണ് മോശ ഇറങ്ങി വരുന്നത്. മോശയ്ക്ക് ദേഷ്യമുണ്ടായി. മോശ ആ കൽപ്പലക എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. ആ കാളക്കുട്ടിയെ തീയിലിട്ട് ചുട്ട് അതിന് ചാമ്പലെടുത്ത് അന്ന് ആ കാളക്കുട്ടികൾ നൃത്തമാടിയവരുടെ സ്തോത്രം വെള്ളത്തിൽ കലക്കി കുടിപ്പിക്കുവാനിടയായി. തീർന്നില്ല. ആ 32 അധ്യായം തന്നെ അതിന് 26 വാക്യം വായിക്കുമ്പോൾ, അതിന് 25 വാക്യം തുടർന്ന് വായിക്കുമ്പോൾ, 32 അധ്യായം 25 തൊട്ടൊന്ന് വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു. ആശയമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നു. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ മോശ ലേവ്യരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ താൻ തന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തർ താൻ തന്റെ സഹോദരനെയും സ്നേഹിതനെയും താൻ തന്റെ കൂട്ടുകാരനെയും കൊന്നുകളവനെന്നിങ്ങനെ ഇസ്രായേൽ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട ഇടത്ത്, മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട ഇടത്ത് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗം തുടങ്ങി. ആ പ്രസംഗം തീരുമ്പോൾ 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ ദൈവസഭയോട് ചേരുവാനിടയായി. ഇവിടെ 3000 പേർ സ്തോത്രം വീണ് നശിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. പഴയ നിയമത്തിൽ വരുമ്പോൾ അക്ഷരത്തിന്റെ ശുശ്രൂഷ 10 കൽപ്പന എഴുതി കൊടുത്ത് ആ ശുശ്രൂഷ വെളിപ്പെട്ട ഇടത്ത് കാണുവാൻ കഴിയുന്നത് മരണത്തിന്റെ ശുശ്രൂഷയാണ്. എന്നാൽ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട ഇടത്ത് നാം കണ്ടത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. എന്ന് വച്ചാൽ കൂട്ടായ്മയാകുന്ന കൂടാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് ശുശ്രൂഷ നടക്കുന്നെങ്കിൽ ആരും മരിക്കയില്ല, ആരും നിരാശയോടെ പോകയില്ല, ആരും വെറുകയില്ല. അവിടെ നിത്യജീവന്റെ മൊഴികൾ ഉണ്ടാകും, അവിടെ രോഗികൾ സൗഖ്യമാകും, അവിടെ ഭൂതങ്ങൾ വിട്ടുമാറും, അവർ സ്വത്ര പാപികൾ മാനസാന്തരപ്പെടും. ആമേൻ. കൂട്ടായ്മയെന്ന കൂടാരത്തിൽ ഉയർന്ന് കേൾക്കേണ്ടത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമാകട്ടെ. ആമേൻ. അതിന് പരിശുദ്ധാത്മാവ് ആരാധന നിയന്ത്രിക്കട്ടെ. മനുഷ്യന്റെ ബുദ്ധിയല്ല ആരാധന നിയന്ത്രിക്കേണ്ടത്. എഴുതി വെച്ച കുറെ നിയമങ്ങളും പ്രമാണങ്ങളും സഭാ കമ്മിറ്റിയും അല്ല ആരാധന നിയന്ത്രിക്കേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരാധന നിയന്ത്രിക്കാത്തിടത്തോളം കാലം ജനം വന്നതുപോലെ മടങ്ങിപ്പോകും. അവിടെ ജീവിതത്തിൽ ഒരു വിടുതലും ഉണ്ടാകുകയില്ല. ഭാരം ചുമന്നുകൊണ്ട് വന്നു, ഇരട്ടി ഭാരം ചുമന്നുകൊണ്ട് അവർ തിരികെ വീട്ടിലേക്ക് പോകും. വേദനയോടെ വന്നു, അവർ കരഞ്ഞുകൊണ്ട് തിരികെ പോകും. എന്നാൽ ജീവന്റെ ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്ന ഇടത്ത് ഹല്ലേലൂയ അവിടെ കേൾക്കുന്നത് പെറുപെറുപ്പിന്റെ ശബ്ദമല്ല, അവിടെ കേൾക്കുന്നത് സ്തോത്രം നിരാശയുടെ ശബ്ദമല്ല, അവിടെ കേൾക്കുന്നത് കുറ്റം പറയുന്ന ശബ്ദമല്ല. അവിടെ ഉയർന്ന് കേൾക്കുന്ന ശബ്ദമേതെന്നറിയാമോ? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. ഞാൻ വേദനയോടെ വന്നു, എൻ്റെ ദൈവം എൻ്റെ വേദന മാറ്റി. ഞാൻ നിരാശയോടെ വന്നു, എൻ്റെ നിരാശ ദൈവം മാറ്റി. ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങൾ സ്തോത്രം സ്വരച്ചേർച്ചയില്ലാത്ത അനുഭവത്തിൽ വന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ഇടപെട്ടു. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു. മക്കളില്ലാതെ നാളുകളായി ഗർഭം അടയ്ക്കപ്പെട്ട നിലയിൽ ഞങ്ങൾ വന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ഞങ്ങൾ ഇടപെട്ടു. ഞങ്ങൾക്ക് വിശ്വാസമുള്ളൊരു തലമുറ ഞങ്ങൾക്ക് തരുമെന്ന്. ആമേൻ. ജീവൻ വ്യാപരിക്കുന്ന ഇടത്ത് കേൾക്കേണ്ടത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമാണ്. ആ കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം പറ.
കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നിങ്ങൾ ഭവനത്തിൽ കൂട്ടായ്മ ആചരിക്കുമ്പോൾ സമയപരിധി വെച്ച് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കരുത്. ഒരു പാട്ട് പാടാം, 2 പാട്ട് പാടാം, 3 പാട്ട് പാടാം, അല്ല, ഒരു പാട്ട് പാടിയാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഒരളവ് പോലല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഒരു പാട്ടെങ്കിൽ ഒരു പാട്ട് അത് ജീവനോടെയാണെങ്കിൽ, ആത്മനിറവിലുള്ളതാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇരുട്ടത്ത് ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുമ്പോൾ അതിലേക്ക് പ്രാണികൾ ഓടിയെടുക്കുന്നത് പോലെ റബ ശാധന, നിങ്ങളുടെ ആരാധന കേൾക്കുമ്പോൾ നിങ്ങളുടെ അയൽപക്കത്തോട് ശ്രദ്ധിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇന്നുവരെ സ്തോത്രം ഉറക്കം തൂങ്ങിയുള്ള പാട്ടും പ്രാർത്ഥനയുമാണോ? സ്തോത്രം. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ളവർക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പാടുന്ന പാട്ട് തൊട്ടടുത്തുള്ളവർക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു തൊട്ടടുത്തുള്ളവർക്ക് പോലും അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കൊരു ദൈവദാസനെ അറിയാം. 12 മക്കളുള്ളൊരു കുടുംബം, അപ്പനും അമ്മയും 12 മക്കളും. ഹല്ലേലൂയ. വലിയൊരു കുടുംബം. ഒരു വലിയൊരു റബ്ബർ എസ്റ്റേറ്റിന് അടുക്കാണ് അവരുടെ വീട്. അവരുടെ വസ്തുവിന് ചുറ്റും അടകുടി കിടക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അന്തേവാസികളായി കഴിയുന്ന അവർക്ക് ചെറിയ കൊച്ചു കൊച്ചു വീടുകൾ അവർ പണിത് കൊടുത്തിട്ടുണ്ട്, അവർ തന്നെ വെച്ചതുകൊണ്ട്. ഈ ദേവദാസന്റെ വീട്ടിൽ അപ്പനമ്മയും പാടി 12 മക്കൾ കൂടെ ചേർന്ന് പാടുമ്പോൾ ഇത് കേൾക്കുവാനാ പാവപ്പെട്ട, സ്തോത്രം, സമൂഹത്തിൽ തള്ളപ്പെട്ട അധകൃത വർഗത്തിൽപ്പെട്ട ആ പാവപ്പെട്ടവർ ആ വീടിൻ്റെ ചുറ്റും വന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കും, എന്താണ് നടക്കുന്ന അറിയുവാൻ. എന്നാൽ ആ ദേവദാസൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. അവിടെ നടന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരു ആരാധന, ഉപവാസ പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയിൽ ആദ്യം ദൂരെ വന്നിരുന്നവർ പിന്നെ അടുത്തടുത്ത് വന്നു. അവർ വീട്ടിനകത്തേക്ക് വന്നിരിക്കുവാനിടയായി. പിന്നത്തേതിൽ അനേകർ രക്ഷിക്കപ്പെട്ടു, അനേകർ സ്നാനപ്പെട്ടു. തീർന്നില്ല, അനേകർ ദൈവത്തിൻ്റെ വലിയ വേല ചെയ്യുന്ന ശുശ്രൂഷകന്മാരായി മാറ്റപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന വിശ്വാസിയെ, സ്തോത്രം. നിങ്ങളുടെ കൂട്ടായ്മ എന്ന കൂടാരത്തിൽ ഉയർന്ന് കേൾക്കുന്ന ശബ്ദം ഉല്ലാസത്തിനും ജയത്തിൻ്റെ ഘോഷമാണോ? ആമേൻ. നിങ്ങൾ കൂടി വരുന്ന ഇടത്ത് ഉയർന്ന് കേൾക്കുന്ന സ്ഥലം ശബ്ദം ഉല്ലാസത്തിനും ജയത്തിൻ്റെ ഘോഷമാണോ? ആമേൻ. സ്തോത്രം. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ശലോമോൻ ദൈവത്തിന് ആലയം പണിയുകയാണ്. വായിക്കാം ബ്രദർ. 2. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു. രണ്ട് ദിനവൃത്താന്തം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു. പണിയൊക്കെ തീർന്നു. അന്ന് ആലയത്തിന് പ്രതിഷ്ഠ നടക്കുകയാണ്. ആലയത്തിന് പ്രതിഷ്ഠ നടക്കുമ്പോൾ എന്താണോ സംഭവിച്ചത് നോക്കാമോ? അതിൻ്റെ സ്തോത്രം 11-ാമത്തെ വാക്യത്തോടൊന്ന് വായിക്കാം ബ്രദർ. 11-ാമത്തെ വാക്യം 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 11 തൊട്ട്. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വന്നപ്പോൾ അവിടെയുള്ള പുരോഹിതന്മാർ കൂറുകളുടെ ക്രമം നോക്കാതെ എല്ലാവരും തങ്ങളെ വിശുദ്ധീകരിച്ചിരുന്നു. ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ, അവിടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവരെല്ലാവരും ചണവസ്ത്രം ധരിച്ചുകൊണ്ട് കൈത്താളങ്ങളും വീണകളും കിന്നകരും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരുടെ കൂടെ നിന്നു. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവനത് എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ആമേൻ. ഇത് പഴയ നിയമത്തിൽ സംഭവിച്ചെങ്കിൽ പുതിയ നിയമത്തിലും ആശ്ചര്യമായി സംഭവിക്കണം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ മേലേക്ക് ഇറങ്ങി വന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം അവിടെ ഉയരുവാൻ തുടങ്ങി.
ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 30-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. പത്രോസിനെയും യോഹന്നാനെയും സ്തോത്രം ഹല്ലേലൂയ തടവിലാക്കിയെന്ന് അസാധാരണ ജനം കേട്ടപ്പോൾ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന എന്നറിയാമോ? ഇപ്പോഴോ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 30-ാമത്തെ വാക്യം, ഇപ്പോഴോ ദൈവമേ ും നിന്റെ പരിശുദ്ധനായ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവിപ്പാൻ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി. ആമേൻ. അവിടെ കൂടിയിരുന്ന സാധാരണ വിശ്വാസികൾ അവർ പ്രാർത്ഥിച്ചത് പത്രോസിനെയും യോഹന്നാനും ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ വചനത്തിൽ നമ്മൾ വ്യക്തമായി വായിക്കുന്നു, എല്ലാവരുടെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. അവരെല്ലാവരും പൂർണ്ണധൈര്യത്തോടെ വചനം പ്രസ്താവിപ്പാൻ തയ്യാറായി തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ ആരാധനയെ നിയന്ത്രിച്ചാൽ അത് ചത്തിരിക്കുന്ന ആരാധനയല്ല, അവിടെ ജീവൻ വ്യാപരിക്കുന്ന ആരാധനയാണ്. അവിടെ രോഗികൾ സൗഖ്യമാകും, അവിടെ ഭൂതങ്ങൾ വിട്ടുപോകും. ഓ ഹല്ലേലൂയ. അവിടെ ജീവിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ ഉണ്ടാകും. ആമേൻ. അനേകയിടങ്ങളിൽ ഞാൻ പോകുമ്പോൾ സങ്കടകരമായ ഒരു വാർത്ത ഞാൻ കേൾക്കാറുണ്ട്. സാക്ഷ്യം പറച്ചിലാണ് അത്, സങ്കടകരമായ ഒരു പറച്ചിൽ. കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തി ചടപട വളരെ ശ്രദ്ധിച്ചിരുന്നാൽ പോലും അവർ പറയുന്ന സാക്ഷ്യം മനസ്സിലാകില്ല പലയിടങ്ങളിലും. കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തി എൻ്റെ കുടുംബത്തെ നടത്തി, എനിക്ക് ആപത്തും സൂക്ഷിച്ചു, യാത്രയിൽ കൂടെ ഇരുന്ന് മാനം നിയന്ത്രിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനം പറയും, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ച് ഇരുന്നു കൊള്ളാം. ആരെ സന്തോഷിപ്പിച്ച വാക്യം? എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചിരുന്നു കൊള്ളാം. എന്നാൽ പണ്ടത്തെ ഭക്തന്മാരുടെ സാക്ഷ്യം ഇതല്ല. അവർ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവർ പറയുന്ന സാക്ഷ്യം ഇതാണ്, ഞാൻ ഇന്നൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. അവർ ദൈവവുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ്. അവിടെ ഒരു കിടരോഗി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, യേശു അവരെ സൗഖ്യമാക്കി. ആ കുടുംബം ദൈവത്തിലേക്ക് വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് ഓരോരുത്തരുടെ സാക്ഷ്യം പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ബുദ്ധി ആരാധന നിയന്ത്രിക്കുവാൻ തുടങ്ങിയപ്പോൾ, അക്ഷരം ആരാധന നിയന്ത്രിക്കുവാൻ തുടങ്ങിയപ്പോൾ എല്ലാം ഒരു ചടങ്ങായി. ജീവിപ്പിക്കുന്ന സാക്ഷ്യമില്ല. ആമേൻ. പണ്ടുള്ള ഭക്തന്മാർ സ്തോത്രം മനോഹരമായ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയൊരു പാട്ടാണ്. കരം പിടിച്ചൊന്ന് പാടാമോ? ആമേൻ. സ്തോത്രം. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറി ഓടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനം ഒന്നു ചേരുന്നു. ഭൂതങ്ങൾ അലറി ഓടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനം ഒന്നു ചേരുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവ ആവി പകർന്നിടുവാൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവ ആവി പകർന്നിടുവാൻ. ജീവനുള്ള സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ആമേൻ. ജനമൊന്നു ചേരുവാൻ, ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ഹല്ലേലൂയ. പിശാച് വളരെ സന്തോഷിച്ചൊരു കാലഘട്ടമാണ് ഈ 90 ദിവസങ്ങൾ. സന്തോഷിക്കുവാൻ ഒരുപാട് കാരണമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിരാശയാണ്. ജനം ഒരുമിച്ച് കൂടുന്ന ആരാധനയെ
തടസ്സപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് അവൻ സന്തോഷിച്ച് കരമടിച്ചു ആദ്യ ദിവസങ്ങളിൽ. ദൈവമക്കളെ, നമുക്കും ചില നിരാശകൾ ആ ദിവസങ്ങളുണ്ടായി. പക്ഷേ അനേക ദൈവമക്കൾ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന സ്ട്രോങ് ആയി, കുടുംബത്തിലെ ആരാധന ശക്തീകരിക്കപ്പെട്ടു. കേവലം ഒരു പ്രാർത്ഥനയല്ല, കേവലം ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല, കുറേ പാട്ടുകളെ പാടി വചനം വായിച്ച് പ്രബോധിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭവന സഭ. പിശാച് ഒരു വഴി അടച്ചാൽ എൻ്റെ കർത്താവ് 7 വഴി തുറക്കുന്ന ദൈവമാണ്. ഒരു വഴി അടച്ചാൽ 7 വഴി തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. കൂട്ടായ്മ എന്ന കൂടാരത്തിൽ ഉയർന്നു കേൾക്കേണ്ട ശബ്ദം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമാകട്ടെ. നമ്മുടെ ആരാധനകളിൽ സ്തോത്രം, ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഇരട്ടി വീര്യത്തോടെ കടന്നു വരാം. സ്തോത്രം, ഞാൻ കേട്ടിട്ടുണ്ട്, വീഞ്ഞ് പഴകും തോറും വീര്യമുണ്ടാകുമെന്ന്. ആമേൻ. ഈ 90 ദിവസങ്ങളിൽ ഇനി അധികം ഇതായാലും ഒരുമിച്ച് കൂടി വരുമ്പോൾ സ്തോത്രം, ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പോലെയല്ല, വീര്യമുള്ള വീഞ്ഞായി നിറഞ്ഞ് പൊങ്ങുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. സ്തോത്രം, ഇംഗ്ലീഷ് മരുന്നൊക്കെ, ആയുർവേദത്തിലെ മരുന്നൊക്കെ സ്തോത്ര കുപ്പിയിൽ അടച്ചു വയ്ക്കും. കൊടുക്കാൻ സമയമാകുമ്പോൾ വൈദ്യരും ഡോക്ടർ പറയും അത് നന്നായി കുലുക്കിയിട്ട് വേണം കൊടുക്കാൻ. കുലുക്കുമ്പോൾ അതിൻ്റെ വീര്യം വർദ്ധിക്കും. ആമേൻ. ആരാധന കൂടി വരും വീര്യം വർദ്ധിക്കട്ടെ. ആത്മാവ് നിറഞ്ഞവരായി സ്തോത്രം, സങ്കീർത്തനങ്ങളാലും പ്രബോധനങ്ങളാലും തമ്മിൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരുമിച്ച് ആരാധിക്കുന്ന സന്തോഷിക്കുന്ന മഹത്വമേറിയ അനുഭവങ്ങളെ ദൈവം നമുക്ക് തരട്ടെ. ഒന്നാമത്തെ കൂടാരം കൂട്ടായ്മ എന്ന കൂടാരം. രണ്ടാമത്തെ കൂടാരം ഭവനമാകുന്ന കൂടാരം. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ഭവനമാകുന്ന കൂടാരം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഭവനം കാണാം. സ്തോത്രം, യഹൂദനല്ല, ഒരു ജാതീയനായ ഒരു മനുഷ്യനാണ്. പേര് കൊർന്നേലിയോസ്. വായിക്കാം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന പേരുള്ളൊരു ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപതിയായ ഒരു ഉദ്യോഗസ്ഥൻ. അവൻ ഭക്തൻ. അവനെ കുറിച്ച് പറയുന്നു, ആ മനുഷ്യനെ കുറിച്ച് പറയാൻ, ഭക്തൻ, തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. 4 യോഗ്യത. ഏതൊക്കെയാണ് യോഗ്യത എന്നറിയാമോ? 1, അവൻ ഭക്തൻ. ദൈവത്തിൻ്റെ പരിശുദ്ധന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ ഭക്തൻ. 2, തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. 3, ജനത്തിന് ധർമ്മം കൊടുക്കുന്നവൻ. 4, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, വചനത്തിലുള്ളതാണ്, ഈ ഭാഗത്ത് വരുന്നില്ല എങ്കിലും തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, ഒരു ദൂതൻ അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു, കൊർന്നേലിയോസേ എന്ന് വിളിക്കുകയാണ്. അടുത്ത 5-ാമത്തെ യോഗ്യത, ദൂതൻ സംസാരിക്കുന്ന വ്യക്തി. ആമേൻ, സ്തോത്രം. എൻ്റെ ചോദ്യം, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകാൻ ഇത്ര യോഗ്യത പോരെ? നമ്മൾ സാധാരണ പറയും മതി. പക്ഷേ ദൈവം പറയുന്നു പോരാ. താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കൊർന്നേലിയോസ് ദൂതൻ വന്ന് പറയുന്ന സന്ദേശം എന്തെന്നറിയാമോ? കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും ദാനധർമ്മവും എല്ലാം സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ നീ സ്വർഗത്തിലെത്തണമെങ്കിൽ പത്രോസിനെ നീ ആളയച്ച് വരുത്തണം. അവൻ വന്ന് ജീവൻ്റെ വചനം നിന്നോട് പ്രസ്താവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്നൊരു ശതാധിപൻ, 100 പേർക്ക് അധിപതിയായൊരു മനുഷ്യൻ. ആള് യഹൂദനല്ല, ജാതീയനാണ്. അവനോട് ദൂതൻ വന്ന് പറയുകയാണ്, നീ പത്രോസിനെ ആളയച്ച് വരുത്തണം. പത്രോസിനെ ആളയച്ച് വരുത്തി. അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പത്രോസ് അവിടേക്ക് കടന്നു വന്നു. അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ അതൊന്നും ഞാൻ ഇപ്പോൾ വിവരിക്കുന്നില്ല. 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ആ വീട്ടിലേക്ക് എത്തി, താൻ പ്രസംഗിക്കാൻ തുടങ്ങി. അതിൻ്റെ 33-ാമത്തെ വാക്യം തുറന്ന് വായിക്കാം. 33-ാമത്തെ വാക്യം, കൊർന്നേലിയോസ് പറയുകയാണ്, ക്ഷണത്തിൽ എനിക്ക് ദർശനം കിട്ടിയപ്പോൾ ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. നീ വന്നത് വലിയ ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ മനുഷ്യന് മുമ്പാകെയല്ല, ഞങ്ങൾ ദൈവത്തിന് മുൻപാകെ കൂടിയിരിക്കുന്നത് ഒരു ചർച്ചിലല്ല, ഒരു സഭാഹാളിലല്ല, ഒരു വീട്ടിനകത്താണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിന് 34-ാമത്തെ വാക്യം വായിക്കും. അപ്പോൾ പത്രോസ് വായി തുറന്നു പറഞ്ഞു തുടങ്ങിയത്,
ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. കാരണം തൊട്ടു മുമ്പ് വരെ പത്രോസിന്റെ മനോഭാവം അതല്ലായിരുന്നു. പത്രോസിന്റെ മനോഭാവം യഹൂദന്മാർ ദൈവത്തിന് സ്വന്തം ജനം, ഈ ദൈവം നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിന് സ്വന്തം ജനത്തിന് മാത്രമുള്ളതാണ് എന്നായിരുന്നു പത്രോസിന്റെ ചിന്ത. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2002 ഞാൻ 2000 രക്ഷിക്കപ്പെട്ട് ഈ ദൈവവേലയുടെ ഭാഗത്തേക്ക് വരുവാനിടയായത്. 2002 ഞങ്ങൾ ഒരിക്കൽ നോർത്ത് ഇന്ത്യ പോകുമ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്തൊരു വനപ്രദേശത്ത് എനിക്കിന്നും ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. വനപ്രദേശത്തിൽ ആദിവാസികളായ പാവപ്പെട്ട കുറേ ജനം ഒരുമിച്ച് കൂടി. അവർ ബൈബിൾ വായിക്കാൻ അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവ് എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അവർ ഒന്നിച്ചു കൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളിവിടെ മലയാളത്തിൽ പാടുന്ന പല പാട്ടുകളും ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ള പാട്ടൊക്കെ ഉണ്ട്. പ്രഭു കാ ധന്യവാദ് കരൂങ്ക ഉസ്കി സംഗതി മേ സദാ രഹൂംഗ എന്നുള്ള പാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലവ് ആർമി ക്രൂസൈഡ് എന്ന മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എനിക്ക് അവിടെ കടന്നു പോകാൻ ദൈവം ഒരു അവസരം തന്നു. അവിടെ ഞങ്ങൾ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ പാവപ്പെട്ട ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു. അനേകർ പൊട്ടി പൊട്ടി കരയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. അതുവരെ എൻ്റെ ചിന്ത ഈ വചനം വായിക്കാൻ അറിയാവുന്ന, നന്നായി വസ്ത്രം ധരിക്കാൻ അറിയാവുന്ന, നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാർക്കുള്ളതാണ് ഈ പരിശുദ്ധാത്മാവെന്നായിരുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവ് സാധാരണ പാവപ്പെട്ട ജനത്തിൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കളിമണ്ണ് ബുദ്ധിയെ ദൈവം എടുത്തു മാറ്റി. ഞാനൊരു സ്ഥലത്ത് മാറി ആരും കാണാതെ വാവിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ജനത്തിന് മേൽ ഞങ്ങളുടെ ആത്മാവിനെ പകരുവാൻ പ്രസാദമുണ്ടായല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പത്രോസ് ഇപ്പോൾ മനസ്സിലായി. കാരണം പത്രോസ് പ്രാർത്ഥനയ്ക്ക് വെൺമടത്തിൽ കയറിയപ്പോൾ ദർശനം കണ്ടത് ഇങ്ങനെയാണ്. തുപ്പട്ടി ആകാശം താഴേക്ക് ഇറങ്ങി വന്നു. ഭൂമിയിലെ സകല ഇഴജാതികളെയും മൃഗത്തെ അവിടെ അതിൽ കണ്ടു. അല്ലാർത്ത് തിന്നാനൊരു ശബ്ദം. പത്രോസ് പറയാൻ, കർത്താവ്, ഇതെല്ലാം മലിനമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അങ്ങനെ ദർശനം കണ്ടിട്ടാണ് പത്രോസ് വന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ദൈവത്തിന് മുഖവശമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. വായിക്കാം താഴോട്ട്. 38 വാക്യം. 10:38. പത്രോസ് വായി തുറന്ന് പറയുകയാണ്, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചതൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ. അതിന് 44 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും ദൈവത്തെ മഹത്വീകരിക്കുകയും കേൾക്കുകയാൽ മതി. സ്തോത്രം. ദൈവത്തെ മഹത്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന കണ്ടു, അവർ കേട്ടു. ഹല്ലേലൂയ. സംഭവം അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ യേശുവിന്റെ അമ്മ മറിയോടുകൂടി ശിഷ്യന്മാർ 120 ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നു. അത് ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദ ജാതിയുടെ ഇടയിൽ. ഇവിടെ ഇതാ ഒരു ജാതിയന ഒരു മനുഷ്യന്റെ വീട്ടിൽ ചരിത്രത്തിലാദ്യമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. പത്രോസ് പറയുകയാണ്, നമ്മുടെ മേൽ പകർന്നതുപോലെ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നു. ദൈവത്തിന് പ്രസാദമുണ്ടായി. ഇവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ വെള്ളം മലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് അവരെ സ്നാനപ്പെടുത്തുകയാണ്. ആമേൻ. ഭവനമാകുന്ന കൂടാരത്തിൽ ഇറങ്ങി വരേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. ഭവനമാകുന്ന കൂടാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ അനേകം രക്ഷിക്കപ്പെടും. നിന്റെ ഭവനം ഒരു ബെഥസ്തയാകട്ടെ. നിന്റെ ഭവനം ഹല്ലേലൂയ ശലോമോന്റെ ആലയം പോലെ ആയിത്തീരട്ടെ. നിന്റെ ഭവനം ദൈവത്തിന്റെ സാന്നിധ്യം അറിയുന്ന ഒരിടമായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നീ പ്രാർത്ഥനയ്ക്കായി മുഴങ്ങാൽ മടക്കുമ്പോൾ ദേശത്തെക്കുറിച്ച് ദൈവത്തിനാത്മാവ് നിന്നോട് സംസാരിക്കട്ടെ. നിന്റെ കുടുംബത്തിലെ പ്രിയമുള്ള ദൈവത്തിനാത്മാവ് നിന്നോട് സംസാരിക്കട്ടെ. ദൈവത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഭവനത്തിൽ ഓരോരുത്തരും നിറയ്ക്കട്ടെ. ആമേൻ. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി.
സുവിശേഷ വേലക്കാർക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ താൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധം തന്നെ ദൈവം നിറച്ചു. തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. അവർ സാധാരണ ആരാധനയ്ക്ക് പോയി പങ്കെടുത്ത് മാത്രമേ അനുഭവമുള്ളൂ. അന്യഭാഷയെക്കുറിച്ച് അതിനൊക്കെ വളരെ വികലമായ ചിന്തയാണ് ആ സഹോദരിക്കുണ്ടായിരുന്നത്. പലപ്പോഴും വീട്ടിലിരുന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരി കളിയാക്കും, കുറ്റം പറയും. എന്നാൽ ഈ ദേവദാസൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസം എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പാട്ടുപാടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ ആ സഹോദരന്റെ മേൽ ഇറങ്ങി വരുവാൻ ഇടയായി. ആമേൻ. ഭവനമാകുന്ന കൂടാരത്തിൽ കേൾക്കേണ്ടത് പക്ഷം പിടിക്കുന്ന ശബ്ദമല്ല കേട്ടോ. കാലമാടൻ ഭദ്രകാളി എന്നൊക്കെ വിളിക്കുന്ന മക്കളെ പോ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന ശബ്ദമല്ല കേൾക്കേണ്ടത്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നമ്മുടെ കൂടാരം ഉയർന്ന് കേൾക്കണമെങ്കിൽ നമ്മുടെ കൂടാരത്തിൽ നമ്മെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കട്ടെ. ആമേൻ. മൂന്നാമതൊരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്, ശ്രേഷ്ഠകരമായൊരു കാര്യം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിലുണ്ട്. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, ഈ ശരീരമാണ് കൂടാരം. ദൈവ പൈതലേ, നിന്റെ ശരീരം നിനക്ക് വിരോധമാണോ? രോഗത്താൽ കാർന്നു തിന്നുന്ന ശരീരമാണ് നിനക്കുള്ളത്. നിന്നെ നാവിൽ ഉയർന്ന് കേൾക്കേണ്ടത് നിരാശയുടെ വാക്കല്ല കേട്ടോ. സ്തോത്രം. സദൃശവാക്യം 15:21 പറയുന്നു, മരണവും ജീവനും നിന്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. യാക്കോബ് ലേഖനം 3-ാം അധ്യായം 10-11 വാക്യത്തിലിരിക്കുന്നു, ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരം പുറപ്പെടുമോ? സ്തോത്രം ഇല്ല. നമ്മുടെ നാവിൽ നിന്ന് സ്തോത്രത്തിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കാവൂ. നിരാശയുടെ വാക്ക് കേൾക്കരുത്. നമ്മുടെ കൂടാരം, നമ്മുടെ ശരീരമെന്ന കൂടാരം ഒരുപക്ഷെ ബലഹീനമായിരിക്കാം. പലവിധ പ്രയാസങ്ങളാൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നവരായിരിക്കാം. അതിൻ്റെ നടുവിലും സ്തോത്രം പറയുവാൻ തയ്യാറായ സ്തോത്രം, അതിന് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമൊന്നുമല്ല. സ്തോത്രം. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ആമേൻ. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. സ്തോത്രം. ആത്മാവിൽ നിറഞ്ഞൊരു ജീവൻ നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണോ നീ ജീവിക്കുന്നത്? നിന്നെ കാണുമ്പോൾ അന്ധകാര ശക്തി വഴിമാറും. ആമേൻ. ഒരിക്കൽ സ്തോത്രം, എനിക്കറിയാവുന്നൊരു ദൈവദാസൻ പറഞ്ഞൊരു വാക്കിങ്ങനെ തൻ്റെ സ്വതവേയുള്ള ശൈലിയിൽ പറഞ്ഞു, നിരക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവകൃപയുള്ള ദൈവപൈതലാണോ? നിന്നെ കാണുമ്പോൾ 10 അടി മാറി അന്ധകാര ശക്തി പോകും. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന് 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 16 അതിന് 16-ാമത്തെ വാക്യം, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന, വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേൽക്കൂ. അവർ പൗലോസിന് ഞങ്ങളുടെ പിന്നാലെ വന്നു. ഈ മനുഷ്യർ ആത്മീയ ദൈവത്തിൻ്റെ ദാസന്മാർ വളരെ കൃത്യമായ വെളിപ്പാടാണ് പറഞ്ഞത്. വളരെ കൃത്യമായ വെളിപ്പാട്. ഇന്നത്തെ ദൈവദാസന്മാരായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഓർഡർ അല്പം കൂടെ പൊക്കി വെച്ചിട്ട് പറഞ്ഞില്ല, കണ്ടോ സ്തോത്രം, പറയുന്ന കണ്ടോ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള പൗലോസ് ആത്മാവ് നിറഞ്ഞവനായി ആ പാവപ്പെട്ട പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലായി, ഇവൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞല്ല പറയുന്നത്, ഇവളിലൊരു ഭൂതമുണ്ട്, ഇവളെ ജീവിതത്തെ അത് തകർത്ത് കളയും. പൗലോസ് അവളുടെ ഭൂതത്തെ ശാസിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുള്ള ദൈവ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. സാത്താൻ്റെ കാൽക്കീഴ അല്ല നീ, സാത്താൻ നിന്റെ കാൽക്കീഴയാണ്. ആമേൻ. സ്തോത്രം. റോമർ 16:19 എഴുതിയിരിക്കുന്നു, സമാധാനത്തിന് ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയും. ലൂക്കോസ് 10:19 എഴുതിയിരിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൽ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഇവയൊന്നും യാതൊരു ദോഷവും വരുത്തുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വരുന്ന പ്രതിസന്ധികളെ നോക്കി
നീ ഭയപ്പെട്ട് പിറകിലേക്ക് ഓടുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ശാരീരമായ കൂടാരത്തിൽ നിന്ന് ഉയർന്ന് കേൾക്കേണ്ടത് തോൽവിയുടെ ശബ്ദമല്ല കേട്ടോ, പിന്തിരിഞ്ഞോടുന്ന ശബ്ദമല്ല, പെറുപെറുപ്പിന്റെ ശബ്ദമല്ല, പ്രതികൂലങ്ങളെ നോക്കി അയ്യോ എന്ന് നിലവിളിക്കുന്ന ശബ്ദമല്ല കേൾക്കേണ്ടത്. പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ നോക്കി യേശുവിൻ നാമത്തിൽ ഹേ മഹാപർവ്വതമേ നീ സമഭൂമിയാക് എന്ന് വിളിച്ചു പറയുവാൻ. ഓ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നിയന്ത്രിക്കട്ടെ. നിന്റെ ബുദ്ധിയല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. നിന്റെ ബന്ധുക്കൾ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ സ്നേഹിതർ, ഡോക്ടർമാർ, അധികാരികൾ പറയുന്ന വാക്കല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. എൻ്റെ ദൈവത്തിൻ്റെ വാക്കാണ് നിന്റെ അവസാന വാക്ക്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നയിക്കുന്നിടത്തേക്ക് നീ പോകണം. ദൈവത്തിന്റെ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നത് ആരുടെ മുമ്പിലും ലജ്ജ കൂടാതെ വിളിച്ചു പറയുവാൻ നീ ഒരുങ്ങിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്നിലൂടെ അനേക സ്തോത്രം, അനേക ചാകാര ശേഷിപ്പുകൾ ജീവൻ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ആമേൻ. പൗലോസ് ആ സ്തോത്രം ആ പെൺകുട്ടിയിലെ ഭൂതത്തെ ശാസിപ്പാനിടയായി. കിട്ടിയ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? അതിൻ്റെ 19ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 19ാമത്തെ വാക്യം. അവരെ ചന്തസ്ഥലത്ത് വലിച്ചിഴച്ചു. വായിക്കാം. 19, 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 16-19. ആ പെൺകുട്ടിയെ ആ പിശാചിനാൽ പിടിക്കപ്പെട്ടവളായി വെളിപ്പാട് പറഞ്ഞ് പൈസ സമ്പാദിച്ചു കൊണ്ടിരുന്ന യജമാനന്മാർ ഈ ഭൂതം വിട്ടുപോയപ്പോൾ തങ്ങളുടെ ആശ, ധനസമ്പാദന ആശ പോയിപ്പോയെന്നറിഞ്ഞിട്ട് പൗലോസിനെയും ശീലാസിനെയും ചന്തസ്ഥലത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. വായിക്കാം ബ്രദർ. അധികാരിയുടെ മുമ്പിൽ നിർത്തി യഹൂദന്മാരുടെ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. അതിന്റെ 22ാമത്തെ വാക്യം. പുരുഷരവിടെ ഇളകി. 1 അവരെ വലിച്ചഴിച്ചു. 2 അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. അടുത്തത് കോൽ കൊണ്ട് അവരെ അടുപ്പിൽ കൽപ്പിച്ചു. 3 അടുത്ത് അവരെ വളരെ അടുപ്പിച്ച ശേഷം കാലാമത്തിലിട്ട് കൂട്ടി കാരാഗ്രഹ പ്രമണിയോട് സ്തോത്രം. ശരീരമാകുന്ന കൂടാരത്തിൽ ഉയർന്നു കേൾക്കേണ്ട ശബ്ദം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമാകട്ടെ. ആമേൻ. സ്തോത്രം. അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോലുകൊണ്ട് അടുപ്പിച്ചു, ഇവിടെ കാലാമത്തിലിട്ട് പൂട്ടി, ഇവിടെ തടവിലാക്കി. സാധാരണ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. അവരെന്നെ അടിയടിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ മനസ്സിനേൽക്കുന്ന മുറിവില്ലേ, അതാർക്കും മായ്ക്കുവാൻ പറ്റില്ല. അവരെ അടിച്ചതും വലിച്ചടിച്ചതും അവർക്ക് വിഷയമല്ല. ഏത് മനുഷ്യൻ താങ്ങുവാൻ കഴിയാത്തൊരു വിഷയമാണ് മനുഷ്യരുടെ മുമ്പിൽ നഗ്നരാക്കി തീർക്കുക എന്നുള്ളത്. അവിടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. മനസ്സ് തകർന്നു, ശരീരം വേദനിക്കുന്നു, ശരീരം തകരുന്നു. സ്വാതന്ത്ര്യമില്ല, കാല് ആമത്തിലിട്ട് പൂട്ടപ്പെട്ടു. ആമേൻ. എന്നാൽ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ, നിന്റെ ശരീരം നിനക്ക് ബലഹീനമാകുമ്പോൾ, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ വായിൽ നിന്ന് കേൾക്കേണ്ട ശബ്ദം ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷമാകണം. നീ ദൈവത്തെ പാടി സ്തുതിക്ക്. പ്രതിസന്ധികളെ നോക്കിയല്ല നീ പാടേണ്ടത്, പ്രതികൂലങ്ങളെ നോക്കിയല്ല പാടേണ്ടത്, ഭൂകമ്പം ഉണ്ടാകുമെന്നോ ചങ്ങല അഴിയുമെന്നോ നോക്കിയല്ല നീ പാടേണ്ടത്. അവർ ഇതൊന്നും പ്രതീക്ഷയല്ല പാടിയത്. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ, അവർ പതിവായി ചെയ്തു വരുന്ന പോലെ, സ്തോത്രം, ശരീരം ബലഹീനം, അവർ ആത്മാവ് ബലഹീനപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു. എങ്കിലും അവിടെ അകത്തെ മനുഷ്യൻ പാടി ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. ശരീരമാണ് കൂടാരത്തിന് ഉയർന്ന് കേൾക്കേണ്ടത് ഉല്ലാസത്തിനും ജയത്തിന്റെ ഘോഷമാകട്ടെ. ദൈവത്തിനാമം നിറയപ്പെട്ടു ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഈശാന മൂലം കൊടുങ്കാറ്റ് പോലെ പലതും മാറി മാറി അടിച്ചെന്നിരിക്കാം, തിരമാലകൾ മാറി മാറി വന്നെന്നിരിക്കാം. ഓ, നിന്നെ ഒരു നിന്നാ മാത്രമാക്കി ചോദ്യചിഹ്നം പോലെ മനുഷ്യ മുന്നിൽ നിർത്തിയെന്നിരിക്കാം. അതിന് നടുവിലും നീ പാടണം. അഷ്ടങ്ങൾ വന്നാലും ക്രിസ്തയേശു നായകൻ കൂട്ടാളിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. ആമേൻ. എന്തു സന്തോഷം, എന്തോരാനന്ദം, എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോ. എന്തു സന്തോഷം,
എന്തോരാനന്ദം എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. എൻ്റെ ദുഃഖങ്ങൾ അന്നു മാറിടും, എൻ്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിടും. ഓ എൻ്റെ ദുഃഖങ്ങൾ അന്നു മാറിടും, എൻ്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിടും. എന്തു സന്തോഷം, എന്തോരാനന്ദം എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. എന്തു സന്തോഷം, എന്തോരാനന്ദം എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. ഹല്ലേലൂയ. അവിടെ സ്തോത്രം നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. കാരാഗ്രഹത്തിൽ ഭൂകമ്പമുണ്ടായി, ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണിയായ മനുഷ്യൻ ഈ സാധാരണ മനുഷ്യന്റെ മുമ്പിൽ വന്ന് പറയും, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? തീർന്നില്ല. അവരെ കാരാഗ്രഹത്തിന് പുറത്തു കൊണ്ടുവന്ന് അവിടെ മുറിവുകളെ കെട്ടി അന്ന് രാത്രി കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അവർ ദൈവമക്കളായി മാറി. ആമേൻ, സ്തോത്രം. ഇവർക്ക് വേണ്ടി പെറുപെറുക്കാമായിരുന്നു ആ കാരാഗ്രഹത്തിൽ കിടന്ന്. സ്തോത്രം. ഇത്രയൊക്കെ ഞാൻ ദൈവത്തിന് നിന്നിട്ട് എനിക്ക് കിട്ടിയത് ഇത്രയാണല്ലോ ദൈവമേ, എന്നെ ഇങ്ങനെയാക്കിയല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് പെറുപെറുക്കാൻ പരിതപിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടിരുന്നത് കൊണ്ട് അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ഇടയായി. ഒരു വാക്യം കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഹൃദയ ചിന്തയിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു. യേശു പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പോയി. ഇന്ന് കൂട്ടായ്മയ്ക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയേണ്ടതിന് വരും. ഹല്ലേലൂയ. എന്നിട്ട് വന്നിരുന്ന് പറയും, കർത്താവേ, ഞങ്ങൾ ഒഴിഞ്ഞ പാത്രമായി വന്ന് ഞങ്ങൾ നിറയ്ക്കണമേ. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അടുത്തൊരു കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കുന്ന അവസരം കിട്ടിയാൽ ഇത് തന്നെ പറയും, ഒഴിഞ്ഞ പാത്രമായി വന്ന് നിറഞ്ഞ പാത്രമായി അയക്കണമേ. എന്നാൽ കർത്താവ് വന്നത് അവൻ ആത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വന്നു. ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം പിശാചിനെ പരീക്ഷ കൊണ്ടിരുന്നു. ആ പരീക്ഷയെല്ലാം കർത്താവ് ജയിച്ചു. മടങ്ങി വരുന്നത്, ആ മടങ്ങി വരുന്ന കാഴ്ച നമ്മൾ കാണണം. അങ്ങനെ 14-ാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടൊക്കെയും പരക്കുവാൻ ഇടയായി. ആമേൻ. കൂട്ടായ്മ എന്ന കൂടാരത്തിൽ ഉയർന്ന് കേൾക്കേണ്ടത് ഉല്ലാസത്തിന് ജയത്തിന് ഘോഷം. അതിന് കാരണക്കാരൻ പരിശുദ്ധാത്മാവ്. ഭവനമാകുന്ന കൂടാരത്തിൽ ഉയർന്ന് കേൾക്കേണ്ട ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെ ഘോഷം. അതിനെ നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മുടെ ശരീരമാകുന്ന കൂടാരത്തിൽ നിന്ന് ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം ഉയർന്ന് കേൾക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടിയേ മതിയാകും. നമ്മൾ കണ്ണുകടയ്ക്കാം, നമ്മെ തന്നെ പൂർണ്ണമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. ഞങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കണം, ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യെസ്, നിങ്ങളെ തോൽപ്പിക്കുവാൻ പോരാടുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ, നിരാശയുടെ വാക്ക് പറയിപ്പിക്കാൻ നോക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ, ശാപത്തിന്റെ വാക്ക് പറയുവാൻ, പഴിചാരുന്ന വാക്കുകൾ പറയുവാൻ, കുറ്റം പറയുന്ന വാക്കുകൾ പറയുവാൻ നാവ് തുറക്കുമ്പോൾ, ചലിക്കുമ്പോൾ പറ. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷ നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. പെറുവെറുപ്പിന്റെ ശബ്ദമല്ല, നിരാശയുടെ ശബ്ദമല്ല, ഹല്ലേലൂയ, ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ഇല്ലേ കിട്ടിയതെന്ന് പറയുന്ന ശബ്ദമല്ല. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ചു. അവർ പറയുവാൻ ഒരുപാട് പരാതികളുണ്ട്. എങ്കിലും കർത്താവേ, അവരെന്നെ അടിച്ചു, ഞങ്ങളെ അടിച്ചു, ഞങ്ങളെ വസ്ത്രം പറിച്ചുരിഞ്ഞു കളഞ്ഞു, ഞങ്ങളെ വലിച്ചിഴച്ചു, ഞങ്ങളെ ആമതിലിട്ട് പൂട്ടി. ഇതൊന്നും അവർ ആരോടും പറഞ്ഞില്ല, ഇതൊന്നും അവർ ശ്രദ്ധിച്ചതേയില്ല. കാരണം അവിടെ അകത്തെ മനുഷ്യൻ ആത്മാവിനെ നിറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവിടെ ഭൂകമ്പമുണ്ടായി. അവർ ഭൂകമ്പം ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല പാടിയത്, പ്രാർത്ഥിച്ച് പാടിയത്. ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നത് കണ്ടിട്ടല്ല, ഈ വിടുതൽ അവിടെ സംഭവിക്കുന്നത് കണ്ടിട്ടല്ല. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ദൈവ പൈതലേ, നീ ആത്മാവിന്റെ നിറവിൽ ഒരു ഭവനത്തെ കാൽ ചവിട്ടുമ്പോൾ അവിടെയുള്ള ചങ്ങലകൾ അഴിയട്ടെ. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ അടിസ്ഥാനങ്ങളും യേശുവിൻ നാമത്തിൽ ഇടിഞ്ഞു വീഴട്ടെ. നിന്നോട് സംഭാഷിക്കുന്നവരുടെ മേലും
നിന്നുള്ള ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. ജീവനറ്റ ചിലത് നിന്റെ സാന്നിധ്യത്തിൽ ജീവനിലേക്ക് വരട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശു നടന്നതുപോലെ നടക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ആമേൻ, ആമേൻ. അവനെ സ്തോത്രം സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. 1 യോഹന്നാൻ ലേഖനത്തിലിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടപ്പ് എങ്ങനെയാണ്? വെറുതാണോ? ലോകത്തിലെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ കാണുമ്പോൾ നീ എത്ര നാളെന്ന് പറഞ്ഞ് നെടുവീർപ്പോട്ട് കൊണ്ടാണോ? നിന്നെ നിരാശപ്പെടുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ പിറുപിറുക്കുന്ന ശബ്ദം കൊണ്ടാണോ നീ പോകുന്നത്? തോൽവിയുടെ വാക്ക് പറയരുതേ. പറ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതണമെന്ന് പറയുവാൻ നിന്റെ നാവ് ചലിക്കട്ടെ. കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ സമയപരിധി വെച്ചാൽ ആരാധിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന പോലെ ആരാധനയ്ക്ക് നിയന്ത്രണം വിട്ടുകൊടുക്ക. ഭവനത്തിലെ കൂട്ടായ്മ ഉറങ്ങി തൂങ്ങി ചടങ്ങിൽ ആരാധനയാകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള ആരാധന ഭവനത്തിലും വെളിപ്പെടട്ടെ. അങ്ങനെയാണെങ്കിൽ 91 സങ്കീർത്തനം 10-ാമത്തെ വാക്കിൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരനർത്ഥത്തിനും ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. യെസ്, എത്ര കൊടികെട്ടിയ മന്ത്രവാദനക്കതെ മന്ത്രവാദം ചെയ്താൽ ആത്മാവിന്റെ നിറവിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ആത്മാവിന്റെ നിറവിലാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ, നിന്റെ ഭവനത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ശബ്ദം ആത്മാവിന്റെ ശബ്ദമാണെങ്കിൽ ഒരു അന്ധകാര ശക്തി നിന്നെ തൊടുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരു ഗാനം നമ്മൾ ചേർന്ന് പാടി കർത്താവിനെ ആരാധിച്ച് നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം, പരദേശികൾ നാം, ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ പാട്ട് കരകടിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കണ്ണടച്ച് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം, പരദേശികൾ നാം, ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. പരദേശികൾ നാം, ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം, ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവജാതി നാം, അവനവകാശമാം ജനം നാം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിളകിൽ നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിളകിൽ നാം ഇനി ഭയപ്പെടുകയില്ല. നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമൂതിടുവിൻ ജയവീരനാമേശുവിന്. ജയ 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 കാഹളമൂതിടുവിൻ ജയവീരനാമേശുവിന്. യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം,
പരിശുദ്ധ ജാതി നാം അവരവകാശമാം ജനം നാം. നിര നിര നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ, ജയ 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 കാഹളം ഊതിയിടുവിൻ ജയവീരനാം യേശുവിൻ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതം, ബലവും ദൈവം ഒരുവനത്രേ. ആകയാൽ പാരിടം ആകെ ഇളകിലും അവനെ ഭയപ്പെടുകയില്ല. കാരണം യുദ്ധവീരനായവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവൻ. യെസ്, സ്നേഹവാന നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് പകൽക്കാല ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ട്. അക്ഷരീയമായി 3 കൂടാരങ്ങൾ ഞങ്ങൾ കേട്ടു. അതിനേക്കാളും ശ്രേഷ്ഠകരമായത് 3 കൂടാരങ്ങൾ ഞങ്ങൾക്കുണ്ട്. കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് കൂടുന്ന ഇടം, അവിടെ ഉയർന്ന് കേൾക്കേണ്ടത് ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം. അങ്ങനെ ഭവനമാകുന്ന കൂടാരത്തിൽ കേൾക്കേണ്ട ശബ്ദം ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം. നമ്മുടെ ശരീരമാകുന്ന കൂടാരത്തിൽ കേൾക്കേണ്ട ശബ്ദം ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം. അത് ഞങ്ങളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം ജയകരമാണ്. ഇന്ന് പകൽക്കാലം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും നമ്മുടെ ആത്മാവിൻ്റെ ശക്തി ദൈവം പകരണം. ക്ഷീണിച്ച് തളർന്നു പോയത് ആ ജീവിതങ്ങളെ അവിടെ നിന്ന് കരം പിടിച്ചുയർത്തണം. പരിശുദ്ധാത്മാവേ, എഹെസ്കേലിനോട് പറഞ്ഞതുപോലെ ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം. എഹെസ്കേൽ പ്രവചിച്ചു. ആ താഴ്വിൽ അസ്ഥികൂമാരങ്ങൾ ജീവനുള്ള മനുഷ്യനൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം ജീവനറ്റ ചിലതിൻ്റെ മേൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ ശക്തി ഊതണമേ. അവർ ജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളിലൂടെ അത് സംഭവിക്കട്ടെ കർത്താവേ. അനേക രോഗികൾ സൗഖ്യമാകുവാൻ, ഭൂതങ്ങൾ വിട്ടുമാറുവാൻ, അനേകരുടെ പേര് ജീവന പുസ്തകം എഴുതുവാൻ തക്കവണ്ണം ഞങ്ങൾ ചലിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങളായിരിക്കട്ടെ. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനം അങ്ങേക്ക്. ഓരോ അന്ധകാര ശക്തിക്കും, ഓരോ പ്രതിസന്ധിക്കും, ഓരോ പ്രതികൂലങ്ങൾക്കും ഈ ലോകത്തിൽ ഒരു കയറിന് ഞങ്ങളെ കെട്ടുവാൻ കഴിയുകയില്ല. ഞങ്ങളുടെ അകത്മേകമുള്ളവൻ പരിശുദ്ധാത്മാവിനാൽ പുതുക്കം പ്രാപിക്കുന്നവനാണ്. അതിനായി സ്തോത്രം. ഓരോ ഞങ്ങളുടെ മക്കളെ അതിനായി സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയെ നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സംസർഗവും എല്ലാവരോടും നമ്മെ നയിക്കിരിക്കുമാറാകട്ടെ. ആമേൻ.